മെസ്സി വിവാദത്തിൽ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ഉചിതമായ നടപടിയെടുക്കുമെന്ന് കായികമന്ത്രി ഒ ജെ ജനീഷ്. സർക്കാരിന് പണം നഷ്ടമുണ്ടായോ ഇല്ലയോ എന്നുള്ളതല്ല, സർക്കാരിൻ്റെ കൈവശം കരാറില്ലാത്ത സ്ഥിതിക്ക് എന്തിനാണ് ഈ സഹായവും വാഗ്ദാനവും ചെയ്തതെന്ന് അറിയണം. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന സ്വകാര്യ ഏജൻസി എങ്ങനെയാണ് കരാറിൻ്റെ ഭാഗമായതെന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ വാക്കുകളിലേക്ക്. അത് കായിക വകുപ്പിൻ്റെ റിപ്പോർട്ട് ബഹുമാനായ മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൈമാറിയതാണ്. ആ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം ആ വിഷയത്തിൽ ഉചിതമായ തീരുമാനമെടുക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്ല, സംസ്ഥാന ഗവൺമെൻറ്റിന് സാമ്പത്തികമായ നഷ്ടമുണ്ടോ നഷ്ടമില്ലേ എന്നുള്ളതല്ല, ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നടത്തേണ്ടുന്ന ഇടപെടലുകളിൽ പാലിക്കേണ്ട ജാഗ്രതയും പാലിക്കേണ്ട പ്രൊസീജിയേഴ്സും പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പ്രശ്നം. സർക്കാരിൻ്റെ പേര്, സർക്കാരിൻ്റെ സ്റ്റേഡിയം, ഭരണകേന്ദ്രം, കേന്ദ്രാനുമതി അപേക്ഷകൾ, ചീഫ് സെക്രട്ടറി തല യോഗങ്ങൾ, വിദേശ പണമടവ് സൗകര്യപ്പെടുത്തുന്നതിനുള്ള അവസരങ്ങൾ, അതെല്ലാം ഒരു സ്വകാര്യ ഇവന്റ് മാനേജ്മെന്റിന് സർക്കാർ എൻഡോഴ്സ് ചെയ്ത് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. വിശദാംശങ്ങളുമായി കെ ബി ശ്യാമപ്രസാദ് ചേർന്നു. കെ ബി ശ്യാമപ്രസാദ്, ഈ മെസ്സി തട്ടിപ്പിൽ ഇപ്പോൾ കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്നുള്ള വെളിപ്പെടുത്തൽ അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ആദ്യമേ ഉണ്ടായി. ഇക്കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകും. ഇപ്പോൾ കായിക മന്ത്രിയും പറയുന്നു ഇക്കാര്യത്തിൽ പണം നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഒരു സ്വകാര്യ കമ്പനി എങ്ങനെ ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകരായി വന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും റിപ്പോർട്ടർ ചാനലിൻ്റെ മേധാവി എങ്ങനെ ഈ മെസ്സി കേരളത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ട നടത്തിപ്പുകാരനായി മാറി. ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം വേണം എന്നുള്ള തരത്തിലാണല്ലോ കായിക മന്ത്രിയും പ്രതികരിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ശ്യാമപ്രസാദ്. വിനോദ്, മെസ്സി വിവാദത്തിൽ കായിക മന്ത്രി കൂടിയായ ഒ ജെ ജനീഷിൻ്റെ പ്രതികരണമായിരുന്നു ഈ കേട്ടത്. പ്രധാനമായും ഇന്ന് ചേർന്ന ക്യാബിനറ്റ് യോഗത്തിന് മുമ്പ് തന്നെയാണ് കായിക വകുപ്പിൻ്റെ റിപ്പോർട്ട് നിലവിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കും കൈമാറുകയും ചെയ്തത്. അതായത് ഈ കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം വേണം എന്ന് തന്നെയാണ് കായിക വകുപ്പ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ഇക്കാര്യത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് RBC എന്ന കമ്പനി ഏത് തരത്തിലാണ് ഇതിലേക്ക് ഇടനിലയായി കടന്നു വന്നുള്ള കാര്യമാണ് കായിക വകുപ്പ് മന്ത്രി കൂടിയായ ഒ ജെ ജനീഷ് ചോദിക്കുന്നത്. അതായത് നിലവിൽ RBC എന്ന് പറയുന്ന പേപ്പർ കമ്പനിക്ക് നിലവിൽ ഈ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാമ്പത്തിക ശേഷിയുണ്ടോ, ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ മുൻ സർക്കാർ ആലോചിച്ചിരുന്നില്ല, അല്ലെങ്കിൽ മുൻ സർക്കാർ പരിശോധിച്ചിരുന്നില്ല. ഈ കാര്യങ്ങളിൽ കൂടുതൽ അവ്യക്തതയുണ്ടെന്ന് കൂടിയാണ് റിപ്പോർട്ട് സഹിതം നിലവിൽ കായിക മന്ത്രി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വിശദമായ പരിശോധന തന്നെ വേണമെന്ന് കൂടി സൂചിപ്പിക്കുകയും ചെയ്യുന്നു. എന്തായാലും നിലവിലെ സർക്കാർ പകപോക്കലല്ല, മറിച്ച് പ്രധാനമായും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ കായിക പ്രേമികൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പരാതിയാണ്. ആ പരാതിയുടെ ചുവട് പിടിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വലിയൊരു തട്ടിപ്പ് തന്നെയാണ് മെസ്സിയെ കേരളത്തിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നതെന്ന് തന്നെയാണ് കായിക മന്ത്രി കൂടിയായ ഒ ജെ ജനീഷ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരെയും വളരെ ഗുരുതരമായ നടപടികൾ സ്വീകരിക്കേണ്ട ചില തെളിവുകൾ കൂടി ലഭിച്ചിരിക്കുന്നു എന്നുമാണ് കായിക മന്ത്രി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ സമഗ്രമായ ഒരു റിപ്പോർട്ട് വകുപ്പ് മന്ത്രി ഇപ്പോൾ സർക്കാരിനും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കും കൈമാറിയിരിക്കുകയാണ്. ഇതിൽ ഏത് തരത്തിലുള്ള ഒരു അന്വേഷണം വേണമെന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. അതിൽ ഉചിതമായ നടപടി എടുക്കുമെന്ന് തന്നെയാണ് കായിക മന്ത്രി കൂടിയായ ഒ ജെ ജനീഷ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. വിനോദ്, വ്യക്തമാണ്. മെസ്സി തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ ഇടപാടുകൾ പരിശോധിക്കും. പ്രത്യേകിച്ചും ഒരു ഇടനിലക്കാരനായി എങ്ങനെ ഒരു സ്വകാര്യ കമ്പനി വന്നു, അതിൻ്റെ പ്രധാന സംഘാടകരായി അവർ എങ്ങനെ വന്നു എന്നതിനെ സംബന്ധിച്ചെല്ലാം അന്വേഷണം നടത്തുമെന്നുള്ള കാര്യവുമാണ് കായിക മന്ത്രി ഒ ജെ ജനീഷ് വ്യക്തമാക്കിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കെ ബി ശ്യാമപ്രസാദ്.